അപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. ബാലാജി ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ സുജാതയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുജാതയെ തിരിച്ച് ഡിസ്ചാർജ് ആക്കുവാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത നിമിഷത്തായിരുന്നു സുജാത ചെമ്പമേട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് നിന്ന സമയത്തായിരുന്നു മിഥുൻ വന്നിട്ട് ആ ഒരു വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബാലാജിയുടെ ആൾക്കാർ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും സുജാത ഇന്ദിവരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ മഹേശ്വരന്റെ രഹസ്യങ്ങളെല്ലാം പൊളിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിഥുൻ വന്ന് പറയുന്നുണ്ട്, സുജാത ആന്റിയുടെ വീടിന് നേരെ ബാലാജിയുടെ ആൾക്കാർ ഒരു നാടൻ ബോംബ് എറിഞ്ഞു എന്നും അവിടെ എല്ലാവരും ബാലാജിയുടെ ആൾക്കാർ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം മിഥുൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തായാലും ചെമ്പമേട്ടിലോട്ട് ഇനി പോവേണ്ട ആവശ്യമില്ല, നിങ്ങളെ രണ്ടുപേരും ഞാൻ ഇന്ദിവരത്തിലോട്ട് കൊണ്ടുപോവാണ്. എത്രയും പെട്ടെന്നൊരു വീട്, ഒരു വാടക വീട് നോക്കുന്നത് ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇനി ഇന്ദിവരത്തിലോട്ട് വന്നാൽ മതി എന്ന് അവിടെ ഗൗതം ഉറച്ച് തീരുമാനത്തോടെ പറയുന്നുണ്ട്. പക്ഷെ ഇനി എന്തായാലും മാറ്റാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ നന്ദ ഗൗതമിനോട് പറയുന്നുണ്ട്, എന്തായാലും അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞേരെ, അവരെല്ലാവരും അങ്ങോട്ട് വരുന്നതല്ലേ, പറയേണ്ടത് നമ്മളെ മര്യാദയല്ലേ. അങ്ങനെ പക്ഷെ ആ സമയത്ത് മഹേശ്വരനെ ഗൗതം ഒരുപാട് വട്ടം വിളിച്ചെങ്കിലും കോൾ എടുക്കുന്നില്ല. അങ്ങനെ നേരെ ലക്ഷ്മി അമ്മയെ വിളിച്ചു. ലക്ഷ്മി അമ്മയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവരെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നോ, കുഴപ്പമില്ല, ഇനി അസുഖം മാറിയതിന് ശേഷം അവർ പോയാൽ മതി എന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞത്. എന്നാലും ഈ ഒരു കാര്യം ഇപ്പോൾ അച്ഛനെ വിളിച്ച് പറയണ്ട, അച്ഛനൊരു സർപ്രൈസ് ആകട്ടെ എന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഇനി എന്തായാലും മഹേശ്വരനെ ഇപ്പോൾ വിളിച്ച് പറയണ്ട എന്നും തന്നെയാണ് ഗൗതമും പറയുന്നത്. അങ്ങനെ അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇന്ദിവരത്തിലോട്ട് പോവുകയാണ്. ഈ സമയത്ത് ബാലാജി ഹേമന്തിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ തൂക്ക് കയറ്, അല്ലാന്നുണ്ടെങ്കിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും, എനിക്ക് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇനി നീ ഇന്ദിവരത്തിലുള്ള ഒരാളെ പോലും നീ ജീവനോട് വെച്ചിരിക്കരുത്. എന്നെ ചതിച്ച ആളായ മഹേശ്വരനെ തന്നെ നീ ആദ്യം കൊല്ലണം, അതിനുശേഷം നന്ദ, ഗൗതം, പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരെയും സുജാതയെ സഹിതം നീ കൊല്ലണം, അവരെ വകവരുത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഹേമന്തിനോട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നീ എന്തായാലും എടുത്തു ചാടി ഒരു കാര്യം ചെയ്യണ്ട, അവർ ഭയങ്കരമായിട്ട് ആ ഒരു എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവര് മുൻകൂട്ടിയെ തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മുൻകരുതലുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 6 മാസം നീ വെറുതെ ഇരുന്നാൽ മതി. നമ്മുടെ ചെമ്പമേട്ടിലുള്ള ആ ഒരു നമ്മുടെ ജോലിയും നമ്മളെ കാര്യങ്ങളൊന്നും വെറുതെ വിട്ട് കളയരുത്, നമ്മളെ ബിസിനസ് ഒന്നും വിട്ട് കളയരുത്. ഇപ്പൊ നീ കൂടി അകത്തായി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും കാണത്തില്ല, നീ മാത്രമേ ഇപ്പോൾ പുറത്തുള്ളൂ. അതുകൊണ്ട് നീ ഒന്നും വിട്ട് കളയാതെ നീ ശ്രദ്ധിച്ചോണം. ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതെല്ലാം വേണം. അപ്പൊ 6 മാസം നീ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. 6 മാസം കഴിഞ്ഞ് അതിനപ്പുറം കാത്തിരിക്കേണ്ട, അകത്ത് വെച്ച് നീ അവസരം കണ്ടുപിടിച്ച് അവരെ കൊന്നോണം എന്ന് ഹേമന്തിനോട് ബാലാജി പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വാവച്ചൻ മഹേശ്വരനെ വിളിച്ചിട്ട് അവിടെ സുജാതയുടെ വീട് ബോംബ് എറിഞ്ഞു എന്നുള്ള സത്യം മഹേശ്വരനോട് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും അവർ ചെമ്പമേട്ടിലോട്ട് പോകുന്നത് സേഫ് അല്ല, അവരെ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സുജാതയും നമ്മുടെ സുജാതയുടെ മകളെയും കൂടി ബാംഗ്ലൂർ എൻ്റെ ഒരു സഹോദരിയുണ്ട്, അവർ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ വേറെ ആരും അങ്ങോട്ട് എത്തത്തില്ല, നമുക്കും സേഫ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്ത് എല്ലാ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഗാഥയും സുജാതയും കൂടി തിരിച്ചു കൊണ്ടുവരാം എന്ന് മഹേശ്വരനോട് വാവച്ചൻ പറയുകയും, പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് മുങ്ങും എന്ന് എങ്ങനെ മുങ്ങുമെന്ന് മഹേശ്വരനോട് വാവച്ചൻ ചോദിക്കുന്നുണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും ഏട്ടത്തെക്കുറിച്ച് കുറച്ച് വിവരം കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വേണ്ടി പോവാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് മഹേശ്വരൻ പറയുന്നുണ്ട്. ശരി എന്നൊക്കെ പറഞ്ഞ് അവർ പോകാനായിട്ട് ബാംഗ്ലൂരിലോട്ട് ഇവരെ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ്. ഈ സമയത്താണ് പവിത്ര ഓടി വന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും അർജുൻ ചേട്ടൻ്റെ അമ്മ വരുന്നുണ്ടോ, സുമംഗല അപ്പച്ചി വരുന്നുണ്ടോ? അപ്പോൾ പിങ്കി ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, സുമംഗല അപ്പച്ചിയുടെ ആ ഒരു റൂമൊക്കെ ലക്ഷ്മിയമായി നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുമംഗല അപ്പച്ചി വരുന്ന കാര്യങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ്, ഇല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. മോഹിനിയും പറയുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ വരുവാണെങ്കിൽ സുമംഗല എന്നോടും പറയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ലക്ഷ്മിയോട് ചോദിക്കുമ്പോഴാണ് ലക്ഷ്മി എല്ലാം പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ഒരു അതിഥി വരുന്നുണ്ട്, നമ്മൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോവാണ്, അതിലൂടെ നമുക്ക് നല്ലതേ വരത്തുള്ളൂ, അതുകൊണ്ട് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി എന്ന് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേശ്വരൻ വന്ന് ലക്ഷ്മിയോട് പറയുന്നത്, ഇങ്ങനെ ഏട്ടത്തിയുടെ വിവരം കിട്ടിയെന്നും
ഞാൻ അതുകൊണ്ട് ഏട്ടത്തെ തേടി മംഗലാപുരം വരെ പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയി സുജാതയൊക്കെ കണ്ടിട്ട് വേണം പോകണം എന്ന് പറഞ്ഞ് മഹേശ്വരൻ തയ്യാറെടുക്കുവാണ്. അപ്പൊ ലക്ഷ്മി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴും മഹേശ്വരൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ മഹേശ്വരൻ അങ്ങ് പോകുന്നുണ്ട്, റെഡി ആവാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. എന്തായാലും പിങ്കി മോഹിനി പവിത്രയൊക്കെ ഭയങ്കരമായിട്ട് തല പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം, ആരായിരിക്കും ഇനി ഇവിടെ വരാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പവിത്ര പറഞ്ഞത് വല്ല സന്യാസിയെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവരാനായിരിക്കും. അപ്പൊ മോഹിനി പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിങ്കി പറയുന്നത് അതൊന്നുമല്ല, ഇവിടെ സുജാതയും മകളെയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാനാണെന്നും സുജാതയെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മിയമ്മായി ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അവിടെ പിങ്കി പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ മനസ്സിലായി? കാരണം ഒരു പുണ്യപ്രവൃത്തിയല്ലേ, നമുക്ക് നല്ലത് വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതായിരിക്കും, അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും അപ്പോൾ മോഹിനിയും പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇത് നമുക്ക് ഇപ്പൊ തന്നെ പോയി തടയണം. അവരിങ്ങനെ കൊണ്ട് ഓരോരുത്തരെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഗാഥയാണെങ്കിൽ കുഴപ്പമില്ല, സുജാത ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ പേഷ്യന്റിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൈവസി പോവും. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല, മറ്റൊരാളെ നമ്മളെ കുടുംബത്തിൽ കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതിപ്പോ തന്നെ തടയണം എന്ന് മോഹിനി പറയുമ്പോഴാണ് അവിടെ പിങ്കി പറയുന്നത് എന്തായാലും ഇപ്പോൾ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുണയില്ലാത്തവരായി മാറും, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട, ഇപ്പൊ എന്തായാലും നമുക്ക് അവസരം വരുമല്ലോ, നമുക്ക് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇപ്പൊ ഇറക്കി വിട്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും എല്ലാവരും നമുക്കെതിരെ തിരിയത്തുള്ളൂ, അതുകൊണ്ട് അവസരം വരട്ടെ, നമുക്ക് അപ്പോൾ എന്തായാലും അവരെ ഇറക്കി വിടാം എന്ന് പിങ്കി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗൗതമും നന്ദയും പിന്നെ ഗാഥയും സുജാതയും എല്ലാവരും ഇന്ദിവരത്തിലെത്തി. ലക്ഷ്മി അവരെ അകത്തോട്ട് കയറ്റി ഇരുത്തുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് കയറി വന്ന സമയത്താണ് മഹേശ്വരനെ വിളിച്ച് കാണിക്കുന്നത്, കണ്ടോ ഇതാര് വന്നെന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് മഹേശ്വരൻ ഓടി വന്ന് നോക്കുമ്പോഴാണ് സുജാത. അപ്പോൾ സുജാതയെ ഭയങ്കര സന്തോഷത്തോടെയാണ് ലക്ഷ്മി അകത്തോട്ട് കയറ്റിയത്. അതിനുശേഷം സുജാതയെ നേരെ റൂമിൽ കൊണ്ടിരുത്തി. പക്ഷേ ഒരു സമയത്ത് മഹേശ്വരൻ രണ്ടുപേരെയും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം സുജാത ഈ ഒരു അവസ്ഥയിലും രണ്ടുപേരും ഞാൻ ഒരേ സമയത്ത് ചതിച്ചുകൊണ്ടിരുന്നതല്ലേ, അപ്പൊ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്ത് ചെയ്യും? ലക്ഷ്മി ആ ഒരു സമയത്ത് പറയുന്നുണ്ട് സുജാതയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, സുജാത എന്റെ സഹോദരിയെ പോലെ ഞാൻ ഇനി പരിപാലിക്കും എന്ന് ലക്ഷ്മി പറഞ്ഞാണ് സുജാതയെ റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഇതിന്റെ ഇടയിൽ തന്നെ നന്ദ മഹേശ്വരനോട് വന്ന് പറയുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും, അതിനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഒരുപാട് വട്ടം ശ്രമിച്ചതാണ്, പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി എന്ന് അവിടെ നന്ദ പറയുന്നുണ്ട്. അങ്ങനെ നേരെ സുജാതയെ റൂമിൽ കൊണ്ട് കിടത്തിയപ്പോൾ നന്ദ പറയുവാണ് ഇനിയിപ്പോൾ പേടിക്കേണ്ട അമ്മേ, ഉടൻ തന്നെ ഒരു ഹോം നഴ്സ് വരും, അപ്പൊ പിന്നെ സുജാതയുടെ കാര്യങ്ങൾ ഹോം നഴ്സ് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ഹോം നഴ്സ് അവരുടെ ഡ്യൂട്ടി ആയിരിക്കും ചെയ്യുന്നത്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, പക്ഷെ നമ്മളെ മനസ്സറിഞ്ഞു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അതുകൊണ്ട് സുജാതയുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് ലക്ഷ്മി പറയുകയും അത് കണ്ടിട്ട് സങ്കടത്തോടെ കരയുന്ന സുജാതയും അങ്ങനെ അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.